ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അരണ്യകാന്ഡമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമചന്ദ്രന്റെ വനവാസം ഏകദേശം 10 വർഷത്തോളമായി. ആ സമയത്താണ് അവര് ജടായു എന്ന പക്ഷിയെ കാണുന്നത്. ജടായു സംഗമമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ജടായു എന്നു പേരായ പക്ഷി ആ വനത്തില് താമസിക്കുന്നുണ്ടായിരുന്നു. രാമനെ പറ്റി കേട്ടിട്ട് ജടായു വേഗം തന്നെ അവിടേക്ക് പറന്നെത്തുന്നു. എന്നിട്ട് ജടായു ശ്രീരാമചന്ദ്രനെ വന്ദിക്കുന്നു. എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. ഞാൻ ഗരുഡപുത്രനായ ജടായുവാണ്. അങ്ങയുടെ പിതാവിൻ്റെ പഴയ ഒരു സുഹൃത്താണ്. പക്ഷിരാജൻ സമ്പാദി എൻ്റെ അനുജനാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങയുടെ പിതാവിന് ഉപകാരം ചെയ്യുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി എന്നും അങ്ങയോട് എനിക്ക് വലിയ സ്നേഹമാണ് എന്നും പഞ്ചവടിയിലേക്ക് വരണം, എൻ്റെ വസതിയാണ്, 3 പേരെയും അങ്ങനെ ജടായു ക്ഷണിക്കുകയാണ് പഞ്ചവടിയിലേക്ക്. ജടായുവും ദശരഥനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ കഥ നമ്മൾ രാമായണം കഥാരൂപത്തിൽ പറഞ്ഞ സമയത്ത് ആദ്യം പറഞ്ഞിരുന്നു. ആ കഥ ഓർത്തു വെക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഞ്ചവടിയിലേക്ക് ജടായു ക്ഷണിക്കുന്നു. ജടായുവിന്റെ ക്ഷണം അവര് സ്വീകരിക്കുന്നു. അങ്ങനെ ജടായു 3 പേരെയും തൻ്റെ കഴുത്തിൽ കയറ്റി പഞ്ചവടിയിലേക്ക് പറക്കുന്നു. പഞ്ചവടി കണ്ടിട്ട് രാമന് വലിയ സന്തോഷമാണ് തോന്നിയത്. ലക്ഷ്മണനോട് പറഞ്ഞു, അതിമനോഹരമായ ഒരു പ്രദേശമാണിത്, ഇവിടെ ഒരു വാസഗൃഹം ഉണ്ടാക്കണം, നമുക്ക് ഇവിടെ താമസിക്കാം. ഗോദാവരി നദി തൊട്ടടുത്തുകൂടി ഒഴുകുന്നുണ്ട്, നമുക്ക് ഗോദാവരിയിൽ എന്നും സ്നാനം ചെയ്യാം എന്ന് പറയുന്നു. ജ്യേഷ്ഠൻ പറയുന്നത് പോലെ തന്നെ ചെയ്യാം, എവിടെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഒരു പ്രദേശം കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ പർണശാല കെട്ടാൻ ഗോദാവരി തീരത്ത് രാമൻ ഉചിതമായ സ്ഥാനം കണ്ടുപിടിക്കുകയും രാമന്റെ നിർദ്ദേശപ്രകാരം അവിടെ ഒരു പർണശാല നിർമ്മിക്കുകയും ചെയ്തു. അതിമനോഹരമായ പർണശാല, അതിമനോഹരമായ പ്രദേശം. അങ്ങനെ ജാനകി ദേവിയുടെ ആഗ്രഹം കൂടി കണക്കിലെടുത്തുകൊണ്ട് ലക്ഷ്മണൻ പർണശാല അവിടെ നിർമ്മിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് ലക്ഷ്മണൻ മനോഹരമായ ആ ഒരു ഗൃഹം നിർമ്മിച്ചു. പൂമുഖത്ത് പൂർണ്ണകുംഭം വെച്ചും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചും ഹോമം നടത്തിയും ഗൃഹം വാസയോഗ്യമാക്കി തീർക്കുകയും ചെയ്തു. ലതകളും ശാഖകളും ഇലകളും പുല്ലുകളും കൊണ്ട് നിർമ്മിച്ച ആ മനോഹര ഗൃഹത്തിൻ്റെ ആ ഒരു സൗന്ദര്യം, ആ ഗൃഹത്തിൻ്റെ മനോഹാരിതയിൽ അയോധ്യയിലെ മണിമാളികകൾ പോലും തോറ്റുപോയി. അങ്ങനെ 3 പേരെയും അവിടെ താമസിപ്പിച്ചതിനു ശേഷം ജടായു തിരിച്ചു പോവുകയും ചെയ്തു. ജടായു യാത്ര പറയുകയാണ്, ഞാനിപ്പോൾ ഇറങ്ങുകയാണ്, എപ്പോൾ ആജ്ഞാപിച്ചാലും എത്തിക്കൊള്ളാം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ പക്ഷിരാജൻ പറന്ന് പോയത്. രാത്രി സുഖമായി ഉറങ്ങി പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഗോദാവരിയിൽ കുളിച്ചു. സുന്ദരവും സുഗന്ധിയുമായ പുഷ്പങ്ങൾ പറിച്ചെടുത്തുകൊണ്ട് വന്നു, പൂജകൾ ചെയ്തു. ലക്ഷ്മണൻ കായ്കളും കിഴങ്ങുകളും ശേഖരിച്ചു. ഗോദാവരിയുടെ സ്വാദേറിയ തണുത്ത ജലം, ധാരാളം സന്യാസിമാര്, ഋഷിജനങ്ങളോടൊത്തുള്ള ജീവിതം, കുരങ്ങുകളുടെ തമാശക്കളികൾ, അങ്ങനെ അതീവ മനോഹരമായ പ്രദേശം. സീതയ്ക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടായാൽ ശ്രീരാമനെ കണ്ടാൽ മാത്രം മതി, ദേവിയുടെ ദുഃഖം അപ്പോൾ തന്നെ മാറും. രാമന് ദേശവും അന്യദേശവും എല്ലാം ഒരുപോലെ തന്നെ. ഭഗവാന് ഒരു ക്ലേശവും അനുഭവപ്പെട്ടില്ല.
ലക്ഷ്മണൻ്റേത് അതിവിശിഷ്ടമായ ത്യാഗമാണ്. ശ്രീരാമൻ വനവാസം ചെയ്യുന്നതിനാൽ താനും സ്വയം വനവാസം സ്വീകരിച്ചു. ലക്ഷ്മണനോട് ആരും ആവശ്യപ്പെട്ടിട്ടല്ല ലക്ഷ്മണൻ അങ്ങനെയൊരു ത്യാഗം ചെയ്തത്. അങ്ങനെ അവർ 3 പേരും സന്തോഷത്തോടു കൂടി എവിടെ താമസിക്കുന്നു? പഞ്ചവടിയിൽ താമസിക്കുന്നു. അങ്ങനെ പഞ്ചവടിയിൽ താമസിക്കുന്ന സമയത്ത് അവിടേക്ക് ആരെത്തിച്ചേരുന്നു? ശൂർപ്പണഖ. ആരാണ് ശൂർപ്പണഖ? രാവണന്റെ സഹോദരി. ഇങ്ങനെ നാട് മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഈ ശൂർപ്പണഖയ്ക്ക്. അങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ അപ്രതീക്ഷിതമായി ശൂർപ്പണഖ രാമനെ കാണുവാനിടയായി. രാമനെ കണ്ടതും രാമനിൽ അനുരാഗമുണ്ടായി ശൂർപ്പണഖയ്ക്ക്. ഉടൻ തന്നെ ഒരു അതിസുന്ദരിയായ സ്ത്രീയുടെ രൂപം ശൂർപ്പണഖ ധരിക്കുകയും പിന്നീട് രാമന്റെ അടുക്കലേക്ക് എത്തുകയും ചെയ്തു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് രാമനോട് ചോദിക്കുകയാണ്, രാജപുത്രനാണല്ലോ അങ്ങ്, എന്നിട്ടെന്തിനാണ് അങ്ങ് ഈ സന്യാസിയുടെ വേഷം ധരിച്ചിരിക്കുന്നത്? ദണ്ഡകാരണ്യം എന്ന ഈ വനത്തില് ധാരാളം രാക്ഷസന്മാരുണ്ട്. എന്തിനാണ് അങ്ങ് ഈ വനത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നത്? അങ്ങയുടെ കൂടെയുള്ള ഈ സ്ത്രീ, ഈ സുന്ദരി, അതാരാണ്? അങ്ങയുടെ കൂടെ മറ്റൊരു പുരുഷനെ കൂടി കണ്ടല്ലോ, അയാളും സുന്ദരൻ തന്നെ, അതാരാണ് എന്ന നിലയിൽ ചോദിക്കുന്നു ശൂർപ്പണഖ. അപ്പോൾ രാമൻ മറുപടി പറയുകയാണ്, എൻ്റെ അച്ഛൻ ദശരഥ മഹാരാജാവാണ്. ഇത് എൻ്റെ അനുജൻ ലക്ഷ്മണൻ. ഇത് എൻ്റെ പത്നി സീത. എൻ്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞല്ലോ. ഇനി നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശൂർപ്പണഖ തൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നു. ഞാൻ ശൂർപ്പണഖ, ലങ്കയിലാണ് എൻ്റെ വസതി, രാവണൻ്റെ സഹോദരിയാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ ചുറ്റി സഞ്ചരിക്കാറുണ്ട്. നിങ്ങളുടെ പത്നിയാകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ വിവാഹം കഴിക്കണം എന്ന് ശ്രീരാമനോട് ശൂർപ്പണഖ പറയുന്നു. അപ്പോൾ രാമൻ ശൂർപ്പണഖയോട് പറയുകയാണ്, ഞാൻ ആദ്യം വിവാഹം കഴിച്ചത് സീതയെയാണ്. അതുകൊണ്ട് ഇനി മറ്റൊരു വിവാഹം കൂടി കഴിച്ചാൽ ശൂർപ്പണഖേ, നീ സീതയുടെ ദാസിയാകേണ്ടി വരും. അതുകൊണ്ട് ഭാര്യയില്ലാത്ത ലക്ഷ്മണനെ വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നു. ശൂർപ്പണഖ അത് ശരിയാണ്, രാമൻ പറഞ്ഞത് ശരിയാണ് എന്ന് ചിന്തിക്കുകയും അങ്ങനെ ലക്ഷ്മണന്റെ അടുത്തേക്ക് ചെന്ന് വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നു. ലക്ഷ്മണൻ രാമനെ ഒന്ന് നോക്കുന്നു. രാമൻ ഒന്ന് പുഞ്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ലക്ഷ്മണന് ബോധ്യപ്പെടുന്നു. എന്നിട്ട് ലക്ഷ്മണൻ ശൂർപ്പണഖയോട് പറയുകയാണ്, അല്ലയോ ശൂർപ്പണഖേ സുന്ദരി, ഞാൻ ശ്രീരാമചന്ദ്രന്റെ ദാസനാണ്. ദാസന്മാരെ ആരെങ്കിലും കാമിക്കുമോ? അതുകൊണ്ട് താങ്കൾ രാമനെ തന്നെ സമീപിക്കുക. എത്രാമത്തെ ഭാര്യയാണ് എന്നുള്ളതല്ല കാര്യം, നിങ്ങൾ രാജാവായ രാമന്റെ ഭാര്യയായിരിക്കുക എന്നുള്ളതാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ എല്ലാവരും പൂജിക്കും. അതുകൊണ്ട് രാമനെ തന്നെ സമീപിക്കണം എന്ന് ലക്ഷ്മണൻ പറയുന്നു. ലക്ഷ്മണന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ അത് ശരിയാണ് എന്ന് ശൂർപ്പണഖയ്ക്ക് തോന്നുകയും വീണ്ടും രാമന്റെ അടുക്കലേക്ക് പോവുകയും ചെയ്യുന്നു. രാമൻ വീണ്ടും നിരുത്സാഹപ്പെടുത്തുന്നു. ഉടനെ ശൂർപ്പണഖയ്ക്ക് തോന്നുകയാണ്, സീതയാണ് എല്ലാത്തിനും തടസ്സം. അങ്ങനെ കരുതി സീതയെ വിഴുങ്ങാൻ വേണ്ടി വായ പിളർന്നുകൊണ്ട് സീതയുടെ അടുക്കലേക്ക് ശൂർപ്പണഖ ചെല്ലുന്നു. ദേവി ഭയക്കുന്നു. ദേവി ശ്രീരാമചന്ദ്രന്റെ വലതുവശത്തേക്ക് മാറി
ഒളിച്ചു നിൽക്കുന്നു. അപ്പോഴേക്കും ജാനകീദേവിയെ വിഴുങ്ങുവാനായി ശൂർപ്പണഖ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. ദേവി എങ്ങോട്ട് മാറിയാലും അങ്ങോട്ടേക്ക് രാക്ഷസിയും എത്തിച്ചേരുന്നു. ജാനകി കിലുകിലാ വിറച്ചു. രാമൻ ഉടനെ തന്നെ ലക്ഷ്മണനെ വിളിച്ചു പറയുകയാണ്, തമാശ മതി, ഇവളെ നിരാശയാക്കി വിടുക എന്ന് പറയുന്നു. ലക്ഷ്മണൻ അതീവ ദേഷ്യത്തോടു കൂടി ഒരു അമ്പ് അയക്കുന്നു. ഒരമ്പ് കൊണ്ട് അവളുടെ ചെവി മുറിയുന്നു. മറ്റൊരസ്ത്രം കൊണ്ട് അവളുടെ മൂക്ക് മുറിയുന്നു. അങ്ങനെ അവളുടെ ചുണ്ടുകൾ ചോരയിൽ ചുവക്കുന്നു. പിന്നീട് ശൂർപ്പണഖ നേരെ എവിടേക്ക് പോകുന്നു? രാവണന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. ആ ഭാഗം നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം. എല്ലാവരും ആ ഭാഗത്തിനായിട്ട് കാത്തിരിക്കുക, നാമം ജപിക്കുക. ഇന്നത്തെ കഥാഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ശബ്ദം അടച്ചിരിക്കുന്നത് എനിക്ക് നല്ല പനിയാണ്. ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി വന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒച്ച അടച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇന്നത്തെ കഥാഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഭാഗങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലിങ്ങനെ നിങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെ ശൂർപ്പണഖ രാവണന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം. എല്ലാവരും രാമന്റെ കൂടെ സഞ്ചരിക്കണം. മാധവത്തിന്റെ കൂടെ ഇരുന്ന് ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും ലക്ഷ്മണന്റെയും കൂടെ സഞ്ചരിക്കുവാനായി തയ്യാറെടുക്കുക. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ലഭിച്ചത് നമ്മളൊക്കെ എത്രയോ കാലം ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നത് എന്ന് മാത്രം ചിന്തിക്കുക. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.